ഹായ് ഹാപ്പി സൺഡേ. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാ പരിപാടികൾ? നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ദിയമോള് തന്നെ ആദ്യത്തെ വിശേഷം. നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. ദിയമോൾക്ക് ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ദിയമോള് വെറും ചോറാണ് വാരി കഴിക്കുന്നത്. കണ്ടില്ലേ? മൂപ്പർക്ക് എപ്പോഴും അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കറികൾ വെച്ചാലൊന്നും ആള് കറി കൂട്ടില്ല. ദിയമോള് അതെ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ വന്നിട്ടുണ്ട്. അന്ന് മീൻ മേടിക്കണില്ല, കാരണം നല്ല ബീഫ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ബീഫ് കറി അവിടെ ഇരിക്കുന്നുണ്ട്. ബീഫിൻ്റെ ചാറ് പോലും കൂട്ടണില്ല. കണ്ടില്ലേ? ഇന്നലെ ഒരു 2 കഷ്ണം ബീഫ് കഴിച്ചു. എന്തീ വെറുതെ വെള്ളച്ചോറ് കഴിക്കണേ? മനസ്സിലായില്ല. അതെയാ? കറിയൊന്നും വേണ്ടേ? കറിയൊന്നും വേണ്ടേ? അപ്പം ഇത് എന്താണെന്നറിയോ, കല്യാണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അവളുടെ അച്ഛൻ വന്ന് കല്യാണം ക്ഷണിച്ചു നമ്മുടെ വീട്ടിൽ. തലേദിവസമൊക്കെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. പിന്നെ ദൃശ്യയുടെ കാര്യങ്ങളൊക്കെ അറിയാം, ദൃശ്യ പ്രസവിച്ച് കിടക്കുക എന്നുള്ളതൊക്കെ അറിയാം. അപ്പം ഞാനും ദിയമോളും കൂടിയിട്ടാട്ടോ കല്യാണത്തിന് പോവാം. അപ്പം നല്ലൊരു പെൺകുട്ടിയാണ്, ഞങ്ങളോടൊക്കെ നന്നായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയാണ്. അക്ഷയയിലൊക്കെ ഇവിടെ അത്താണി അക്ഷയയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാട്ടോ. അപ്പോൾ വാസുവേട്ടൻ നമ്മുടെ ചെറുപ്പം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അറിയുന്ന ഒരാളാണ്. ആൾ ഈ മറ്റേ കച്ചേരി അങ്ങനത്തെ, അതായത് കാവടിയാട്ടം, നാദസ്വരം അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഊതാൻ പോകുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നാദസ്വരം ഊതാൻ പോകുന്ന ആളാണ്, നാദസ്വരം വായിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ ആൾ സീസൺ അല്ലാത്തപ്പോൾ നാടൻ പണികളൊക്കെ നമ്മുടെ പാടങ്ങളിലും ഇങ്ങനെ ഉള്ള പറമ്പുകളിലൊക്കെ കളയ്ക്കാനൊക്കെ പോകുന്ന ഒരു ആളും കൂടിയാണ്. അപ്പോൾ നമ്മുടെ തൊത്തുമോള് ദിയ ഇന്ന് വെറും ചോറാണ് വാരി കഴിക്കണത്. ബീഫ് കറി നല്ല കുറച്ച് വെച്ചിട്ടുണ്ട്. അത് ഇന്നേക്ക് ഉണ്ട് കറി, പക്ഷെ മൂപ്പർക്കൊന്നും വേണ്ട. കുറച്ച് ബീഫ് കറി കൂട്ടിയിട്ട് മേടിക്കൂടെ? വെറും ചോറ്, ഫ്രൈഡ് റൈസ്. എന്തൊക്കെയോ എഴുതി പഠിക്കാനൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട്, എന്തൊക്കെയോ കാട്ടി കൂട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദൃശ്യമോളെ കാണിച്ചു തരാം. ദൃശ്യമോൾ വരൂ. ഹായ് ഹായ് ഹായ്. വന്നിട്ടുള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. എന്താ പരിപാടി? ബീഫ് കറി വെച്ചിരി അടച്ചാക്കിട്ട് വെക്കുക. ഒന്ന് പിടിക്ക, തല കറങ്ങണം. ബീഫും കടച്ചക്കയും കേട്ടിട്ട് ഇപ്പം ഇവിടെ ആൾക്കാർക്ക് തന്നെ തരുന്നുണ്ട്. പക്ഷെ പെട്ട സാധനമാണ് കേട്ടോ ബീഫും കടച്ചക്കയും. അപ്പം നമ്മൾ നല്ല കടച്ചക്ക ലാസ്റ്റ് കടച്ചക്ക ആയിട്ടിട്ടപ്പോൾ ഒരു കടച്ചക്ക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ കടച്ചക്ക ദൃശ്യം എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മളൊരു 1 കിലോ ബീഫല്ലേ മേടിച്ചത്. അപ്പോൾ ഇന്നലെ 1 കിലോ ബീഫ് മേടിച്ച് ഞങ്ങൾക്ക് സാധാരണ 2 ദിവസം കൃത്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നേക്കിപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ബീഫിനെ കഴിച്ചത്. അപ്പോൾ ഇന്ന് ബീഫിൻ്റെ കൂടെ ഒരു കടച്ചക്ക കട്ട് ചെയ്തിട്ട് നല്ലൊരു റോസ്റ്റ് രീതിയിൽ ആ സാധനത്തിന് ആദ്യം മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് നേരെ ബീഫിലേക്ക് ഒരൊറ്റ തട്ട. എങ്ങനെ അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ? ആദ്യം അതൊരു സമാധാനം കിട്ടട്ടെ, പറയും. ആദ്യം കടച്ചക്ക വേവിക്കുക. കുക്കറിൽ 2 വിസിലിട്ട് അടിച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്, എന്നിട്ട് സാധാരണ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ബീഫിന്റെ കൂടെ ഇടുന്നത്? പിന്നില്ലാണ്ട് ബീഫിന്റെ കൂടെ അല്ല, ഇപ്പൊ തന്നെ അടിപൊളിയില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാട്ടാ. ബീഫിന്റെ കറി കുറവ് വരുമ്പോ നമുക്ക് തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതായത് സപ്പോസ് ഒരാളും കൂടി ഇവിടെ പെട്ടെന്ന് വന്നു വിചാരിക്കും, നമ്മൾ ബീഫ് കഴിച്ചിട്ട് അവർക്ക് കടച്ചക്കുപ്പേരി മാത്രം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും കൂട്ടിയിട്ട് കൂട്ടിളക്കി കഴിഞ്ഞാൽ ഒരു പരിപാടി ഉണ്ട് അല്ലേ? കണ്ണില് പൊടിയിടുന്ന പരിപാടി അല്ലല്ലോ. അല്ല, വയറ് നിറയെ കൊടുക്കുന്ന ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദിയമോളുടെ യൂണിഫോം നമ്മൾ തയ്ക്കാൻ കൊടുത്തു. ചേച്ചി എന്തെങ്കിലും റിപ്പോർട്ട് തന്നാ? തയ്ച്ച് കിട്ടുമോ തിങ്കളാഴ്ചക്ക്? അറിയില്ല, ചോദിച്ചോക്കാം. ഇന്ന് എന്തായാലും ചോദിച്ചു നോക്കാം. നാളേക്ക് ഇടാൻ പറ്റിയെങ്കിൽ ലക്ക്. പിന്നെ ഇപ്പൊ നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? സ്കൂളിൽ ആരും നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ദിയമോൾക്ക് യൂണിഫോം എന്താ കിട്ടുക, അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പരമാവധി ഞങ്ങൾ നേരത്തെ എത്തിക്കാന്നുള്ള പരിപാടി തന്നെയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ദിയയുടെ അത്ര അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരികളൊന്നും യൂണിഫോം ഇട്ടിട്ടില്ല കേട്ടോ. അത് ഒന്നാമത്തത് ചേച്ചിമാരൊക്കെ ഉള്ള കുട്ടികളില്ലേ സ്കൂളില്, അവരൊക്കെ ഇട്ടിട്ടുള്ളൂ. ശരി. സീനിയേഴ്സോ ജൂനിയേഴ്സോ? സീനിയേഴ്സിന്റെ അനിയത്തിമാരൊക്കെ പഠിക്കില്ലേ, അപ്പൊ അവർക്ക് അവരെ പഴയത് അങ്ങനെ കൊടുക്കാം അല്ലേ? ചേച്ചിമാര് പഠിക്കണമെങ്കിൽ അനിയത്തികൾക്കൊക്കെ നേരത്തെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ദൃശ്യ ബീഫൊക്കെ സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ
ഫുഡൊക്കെ കഴിക്കാൻ പോകണം. അപ്പോൾ കാലത്ത് ഞങ്ങളിന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കാലത്ത് ഉണ്ടാക്കിയത് ഞങ്ങൾ വെറുതെ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങി കഴിച്ചു. അത്ര തന്നെ കഴിച്ചിട്ടുള്ളൂ. നേന്ത്രപ്പഴം പുഴുങ്ങി കഴിച്ചു, ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ. പിന്നെ കുറച്ച് അങ്ങനെ എല്ലാവരും ചില്ലറ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് മറ്റേ മുന്തിരി, ഏത്തപ്പഴം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഫ്രൂട്ട്സ്. അതൊക്കെ കൂടി കഴിച്ച് ഇങ്ങനെ ഒരു വർത്താനൊക്കെ പറഞ്ഞ് ഉണ്ണിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ തൊത്തുപെണ്ണ് കുറച്ച് നേരം ഉറങ്ങി, ഇത്ര നേരം കളിക്കുകയായിരുന്നു. ഇനി ഞങ്ങളിതാ ഈ ബീഫ് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോകണം. കാരണം ഇപ്പോൾ 12 മണിയുടെ അടുത്തായി തുടങ്ങിയല്ലോ. അപ്പോൾ വിശപ്പിൻ്റെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അവള് വെറും ചോറ് കഴിച്ചു. ഇവൾക്ക് ബീഫൊന്നും അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ പൊട്ടിച്ച് കൊടുക്കുമ്പോൾ കഴിക്കണൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ കഴിക്കുന്നില്ല. അവൾക്ക് എപ്പോഴും വെറും ചോറാണ് കൂടുതൽ ഇഷ്ടം. കറികൾ എന്തെങ്കിലും കൂട്ടി ഞാൻ നിർബന്ധിച്ച് മാത്രമേ കഴിക്കുള്ളൂ. മുരിങ്ങയുടെ ഇലയൊക്കെ ഞാൻ കൊടുക്കുമ്പോഴാണ് മൂപ്പര് കഴിക്കുക. ഞാൻ പറഞ്ഞ പിന്നെ ചെയ്തോളും, പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അവൾ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് എന്തൊക്കെ പരിപാടി? ഞങ്ങളുടെ പരിപാടികളൊന്നുമില്ല. ഇവൾക്ക് പിന്നെ ദൃശ്യക്ക് പുറത്തേക്ക് ശരിക്കും ഇറങ്ങാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നടക്കില്ലല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ. അപ്പം ഞാൻ തൃശ്ശൂർ വരെ ഒന്ന് പോയിട്ട് വരുന്നുണ്ട്. ചിലപ്പോഴേ പോവുള്ളൂ, കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഫണ്ടിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ആകെ പൊട്ടി പാളി പോയടോ ലോറൻസ് എന്ന് പറഞ്ഞ പോലെ. ബിസിനസ്സൊക്കെ ഇനിയിപ്പോൾ ഒന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴേക്കും അടുത്ത സീസണാവും. അപ്പോൾ കുറച്ചാളും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി ഇങ്ങനെ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിപ്പോൾ. എല്ലാവരും ഇപ്പോൾ മൊത്തത്തിൽ ബിസിനസ്സൊക്കെ ഓഫുള്ള ടൈമാണ്. പിന്നെ കൂലിപ്പണിക്കാർക്ക് വരെ പണിയില്ലാത്തൊരു സമയമാണ്. നമ്മളിനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു തേപ്പ് പണിക്ക് കയറാമെന്ന് വെച്ച് കഴിഞ്ഞാലും പണികൾ കുറവുള്ളൊരു സമയമാണ്. നമുക്ക് സീസൺ ആയാലാണ് നമ്മുടേതായ ഒരു കാര്യങ്ങൾ നിറവേറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതുവരെയൊക്കെ ഇങ്ങനെ തള്ളി പോയി. ഒരു ഇത്രയും ദിവസമായിട്ടും നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുറേശ്ശെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിങ്ങനെ പോകുന്നു. എന്തായാലും അതെയാ, ഓക്കെ, പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അടുത്ത വീഡിയോയിൽ പറയാം. ഹാപ്പി സൺഡേ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കും. ആർക്കെങ്കിലും ആരും വെള്ളമില്ല. എനിക്കൊന്നും വരണില്ല. എന്താ അവിടെ ഒഴുകണ? മഴ വെള്ളം ഇന്നൊരു കൂടി ബീഫും കടച്ചൊക്കെ ഇട്ടിട്ടേ നമ്മളിന്ന് കറി കൂട്ടിയില്ലേ. ഞാൻ ബീഫ് മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. അതിനാണ് ഞാൻ ഉടച്ചതെന്ന്. അപ്പടിയാ, ഇതിൽ നിന്ന് രാകേഷാണ് രക്ഷപ്പെടാൻ പറ്റും. തൊത്താ അച്ഛൻ ബീഫ് മാത്രം എടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ നീ അമ്മ സെറ്റല്ലേ. എന്റെ കൂടെ ഇപ്പൊ ആരുമില്ല. എന്റെ കൂടെ ഞാനും ഉണ്ണി സെറ്റ്, നീയും അങ്ങനെയല്ലല്ലോ ആദ്യം. അങ്ങനെ അതെ ആയിക്കോട്ടെ, പക്ഷെ ആദ്യം അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. വേണ്ട, ഞാനും അമ്മയും സെറ്റ്. ആയിക്കോട്ടെ. അങ്ങനെ ബീഫ് ഞങ്ങൾ സെറ്റാക്കി. ദൃശ്യയുടെ ബീഫും കടച്ചക്കും നമ്മൊക്കെ പറഞ്ഞ പോലെ ചൂടുള്ള ഒഴിച്ചിട്ടാ. അതെന്തിനാ? ഇത്തിരി കുഴമ്പ് പോലെ. ഓമ്പോ പുളി. 1/2 കിലോ ബീഫ് 1000 പേർക്ക് വിളമ്പ് ദൃശ്യ. വൈകുന്നേരം വരെ ഇട്ടിരിക്കാം. അതെ, ഞാൻ ആഞ്ഞൊരു പിടി പിടിച്ചാണ്ടല്ലോ, ഒരു നേരത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അങ്ങനെ അല്ലല്ലോ അല്ലേ, ഒരു വാശിക്കല്ലോ, ഇത് മത്സരം ഒന്നും അല്ലല്ലോ പറഞ്ഞ പോലെ. ഓക്കെ, എന്തായാലും ഒരു 4 കറിവേപ്പിൻ്റെ ഇലയൊക്കെ മുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രീകുട്ടിക്ക് ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നല്ലേ. നമ്മുടെ അയൽവക്കത്ത് ശ്രീകുട്ടി എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ കേട്ടാ, അവളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കറിവേപ്പിലൊക്കെ തരും. ഞങ്ങളുടെ വളപ്പിലുണ്ട്, പക്ഷെ മാമൻ്റെ വളപ്പിൽ അങ്ങോട്ട് പോകണം, ശ്രീകുട്ടൻ്റെ അവിടേക്ക്. ശ്രീകുട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില കിട്ടും, അല്ലെങ്കിൽ ശ്രീകുട്ടിയെങ്കിലും വേണം. രണ്ടുമില്ലാത്ത കാരണം, 2 പേര് കൂടി ഇല്ലാത്ത കാരണം പൊരിച്ചാ എന്നെ പൊക്കണത്. അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടിട്ട്
ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും ഇത്ര കോളായി എന്ന് പറയുന്നത്. എന്നിട്ട് പക്ഷേ യൂട്യൂബിൽ നമ്മൾ എന്ത് കണ്ടാലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതെ, വേറെ രസം എന്താ പറയുക, എല്ലാവർക്കും കടച്ചക്ക വേണമെന്നൊക്കെ ഉള്ള ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്. കടച്ചക്ക ഞങ്ങൾക്ക് ഉണ്ടാവും, കിട്ടുമോ? ചിലവിടെ നല്ല വാല്യാണ്, ചിലവിടെ പല പേരുകളൊക്കെ ഇതിനെക്കുറിച്ച് പറയണത്. അപ്പോൾ കടച്ചക്ക സ്പെഷ്യലാണ് ചില നാടുകളിലേക്ക്. പിന്നെ മറ്റേ വളമൊന്നും ഇടാത്ത സാധനമല്ലേ, അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാവർക്കും നമ്മൾ എങ്ങനെ എത്തിക്കും? എല്ലാവർക്കും എത്തിക്കാനുണ്ടാ കഴിഞ്ഞില്ലേ. അപ്പോൾ അടിപൊളി തിളച്ച് സാധനം സെറ്റായില്ലേ? ഷാള് കൂലി. ഇന്നലെ ഇപ്പോൾ പുക ചപ്പാത്തി, ഇന്ന് ബീഫും കടച്ചക്കയും. അല്ല, പെട്ടെന്ന് തന്നെ ഓർത്തത് അച്ഛനാ. ഈ കടച്ചക്ക ഉണ്ടെങ്കിൽ അപ്പനും അച്ഛനും ഓർമ്മ വരും. അച്ഛൻ സെന്റി അച്ഛൻ വരികയാണോ അവന് പറഞ്ഞിട്ട് കൊടപടം മറന്നു വെച്ചിട്ട് പോയി അന്ന്. കൊട നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും കൊടയുടെ കമ്പി മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഞാൻ തന്നെ ഉപയോഗിക്കുന്നു കുഴപ്പം. ഓക്കെ, സെറ്റ്. എന്നിട്ടാ സ്വിമ്മിംഗ് പൂളിൽ വിടാനല്ലേ? എനിവേ ബൈ.